ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ ആറാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നിങ്ങൾ കാണുക. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഏഴാമത്തെ ചാപ്റ്റർ മണ്ണും മനുഷ്യനും, ടി പത്മനാഭൻ. അതിൻ്റെ ആശയമാണ് നമ്മൾ നോക്കുന്നത്. ടി പത്മനാഭൻ്റെ നിങ്ങളെ എനിക്കറിയാം എന്ന കഥാസമാഹാരത്തിലെ ശ്രദ്ധേയമായ ഒരു ചെറുകഥയാണ് മണ്ണും മനുഷ്യനും. മണ്ണും പ്രകൃതിയുമായി മനുഷ്യൻ പുലർത്തേണ്ട ജൈവബന്ധത്തെക്കുറിച്ചും ആധുനിക മനുഷ്യന്റെ ആഡംബര ഭ്രമം പ്രകൃതിയെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചും ഈ കഥ ഗൗരവമായി ചർച്ച ചെയ്യുന്നു. കൊച്ചിയിലെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കഥാനായകൻ നഗരത്തിലെ ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി പ്രകൃതി രമണീയവും കാടുപോലെയുള്ളതുമായ ഒരു സ്ഥലം വാങ്ങി അവിടെ താമസം തുടങ്ങുന്നു. മരങ്ങളെയും പൂക്കളെയും പക്ഷികളെയും സ്നേഹിക്കുന്ന അദ്ദേഹം തികച്ചും ലളിതമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. കഥാകൃത്തിന്റെ അയൽവാസി KU നായർ എന്ന സമ്പന്നനായ വിദേശ മലയാളിയാണ്. അദ്ദേഹം പ്രകൃതിയെ വെറും ഉപഭോഗ വസ്തുവായി കാണുകയും ആഡംബരത്തിന് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം അവിടെ ഒരു കൊട്ടാരം പോലുള്ള വലിയ ബംഗ്ലാവ് പണിതുയർത്തുന്നു. തൻ്റെ വീടിനു ചുറ്റും വൃത്തിയും വെളിച്ചവും വേണമെന്ന വാശിയിൽ KU നായർ പറമ്പിലെ വൻമരങ്ങളെല്ലാം വെട്ടിമാറ്റുന്നു. അതിഥികളുടെ കാലിൽ മണ്ണ് പറ്റാതിരിക്കാൻ മുറ്റത്ത് മണ്ണ് കാണാത്ത വിധം ഇന്റർലോക്ക് ടൈലുകളും പിന്നീട് വില കൂടിയ മാർബിളുകളും പാകുന്നു. മനോഹരമായ ഒരു പൊൻചെമ്പക മരം പോലും ഇലകൾ വീണ് മുറ്റം വൃത്തികേടാകുന്നു എന്ന കാരണത്താൽ അദ്ദേഹം മുറിച്ചു നീക്കുന്നു. അമേരിക്കയിൽ പഠിക്കുന്ന തൻ്റെ മക്കളോടും പേരക്കുട്ടികളോടുമൊപ്പം ഈ വലിയ വീട്ടിൽ ശിഷ്ടകാലം സന്തോഷത്തോടെ കഴിയണമെന്നതായിരുന്നു KU നായരുടെ ഏറ്റവും വലിയ മോഹം. എന്നാൽ മക്കൾ അമേരിക്കയിൽ തന്നെ വിവാഹം കഴിച്ച് അവിടെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് മടങ്ങാൻ ഉദ്ദേശമില്ല, അച്ഛൻ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന മക്കളുടെ കത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്നു. മക്കളുടെ അവഗണനയിൽ മനം നൊന്ത് നിരാശനായ KU നായർ താൻ ഇത്രയും കാലം ആഗ്രഹിച്ചു പണിത വീടും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് ഒരു പ്രഭാതത്തിൽ ആരോടും പറയാതെ എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങിപ്പോകുന്നു. പ്രകൃതിയോട് ഇണങ്ങി ലളിത ജീവിതം നയിക്കുന്ന കഥാകാരൻ സന്തോഷവും സമാധാനവും കണ്ടെത്തുമ്പോൾ പ്രകൃതിയെ അവഗണിച്ച് ഭൗതിക സമ്പത്തിന് പിന്നാലെ പോയ മനുഷ്യൻ ഒടുവിൽ ഏകാന്തതയിലേക്കും ശൂന്യതയിലേക്കും തള്ളപ്പെടുന്ന ദുരന്തമാണ് ഈ കഥ ആവിഷ്കരിക്കുന്നത്. അടുത്ത ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ, PP രാമചന്ദ്രൻ. PP രാമചന്ദ്രൻ രചിച്ച ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിത ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെയും നവമാധ്യമങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെയും ആക്ഷേപഹാസ്യരൂപേണ ഐറണിക്കലി അവതരിപ്പിക്കുന്നു. ആശയം: പ്രകൃതി ദൃശ്യവും ഗൃഹാതുരത്വവും. വയനാട്ടിലെ ബത്തേരിക്കടുത്തുള്ള മലങ്കര എന്ന ഗ്രാമത്തിൽ ഒരു സുഹൃത്തിന്റെ വാടക വീടിന്റെ വരാന്തയിലിരുന്ന് പ്രകൃതിയെ നിരീക്ഷിക്കുന്ന കവിയിലാണ് കവിത തുടങ്ങുന്നത്. പാടത്തെ ഞാറ്റടിപ്പച്ച, ചേറിൻ ചൂര്, പൂട്ടാനിറങ്ങിയ കുറുമൻ കൊക്കുകൾ തുടങ്ങിയ ദൃശ്യങ്ങൾ കവിയിൽ ആനന്ദവും ഗൃഹാതുരത്വവും നിറയ്ക്കുന്നു. സാംസ്കാരിക ബിംബങ്ങൾ. വിരിഞ്ഞുകിടക്കുന്ന വയലിലെ പച്ചപ്പിനെ കഥകളിയിലെ പച്ചവേഷം ചുട്ടികുത്താൻ കാത്തുകിടക്കുന്നതുപോലെ കവി സങ്കല്പിക്കുന്നു. മലനാട്ടുമണ്ണ് മനയോല തേച്ച് മുഖം കാട്ടി നിൽക്കുന്നു എന്ന പ്രയോഗത്തിലൂടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെയും കലയെയും കവി മനോഹരമായി കോർത്തിണക്കുന്നു. ഡിജിറ്റൽ ലോകത്തെ പരിഹാസം. സർഗാത്മകതയുടെ പ്രതീകമായ പൊൻതൂലിക വിറ്റ് കിടിലൻ ഫോൺ വാങ്ങിയെന്നും കമ്പ്യൂട്ടറിലെ മൗസ് ചലിപ്പിക്കുന്നതിനെ ഡിജിറ്റൽ ഭ്രമണപഥം എന്നും കവി വിശേഷിപ്പിക്കുന്നു. പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നതിനേക്കാൾ അത് മൊബൈലിൽ പകർത്തി ക്ലിക്കി
പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനാണ് ആധുനിക മനുഷ്യൻ തിടുക്കം കാട്ടുന്നത്. കപട പരിസ്ഥിതി സ്നേഹം. ചിത്രം അപ്ലോഡ് ചെയ്താലുടൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജിദ്ദ, ഷാർജ, ന്യൂയോർക്ക് ഇരിക്കുന്നവർ കമന്റുകളുമായി ചാറ്റൽ എത്തുന്നു. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നവർ തന്നെ ആ പച്ചപ്പിന്റെ വില എത്രയാണ്, എത്ര സെന്റ് വരും എന്ന് ചോദിക്കുന്നതിലൂടെ പ്രകൃതിയെ വെറും കച്ചവട വസ്തുവായി കാണുന്ന കപട മനോഭാവത്തെ കവി പരിഹസിക്കുന്നു. പ്രകൃതിയെ ഡാറ്റയാക്കി മാറ്റൽ. ഡിജിറ്റൽ ലോകത്തിന്റെ കടന്നുകയറ്റത്തോടെ ലോകം ഒരു ആഗോള ഗ്രാമമായി മാറുന്നു. കവിതയുടെ അവസാനം മലകളെയും മരങ്ങളെയും കുറുമരെയുമൊക്കെ നിങ്ങൾ ആകെ എത്ര GB എന്ന് കവി ചോദിക്കുന്നു. പ്രകൃതിയുടെ ആത്മാവിനെ കാണുന്നതിനു പകരം അതിനെ ഡാറ്റയുടെ അളവുകളിൽ മാത്രം ഒതുക്കുന്ന ആധുനിക മനുഷ്യന്റെ നോട്ടത്തെയാണ് കവി ഇവിടെ വിമർശിക്കുന്നത്. ചുരുക്കത്തിൽ, മണ്ണിൽ പണിയെടുക്കാതെയും പ്രകൃതിയെ നേരിട്ട് സ്നേഹിക്കാതെയും മൊബൈലിലൂടെ മാത്രം പരിസ്ഥിതി സ്നേഹം കൊട്ടിഘോഷിക്കുന്ന പുതിയ കാലത്തെ മനുഷ്യന്റെ പൊള്ളത്തരമാണ് ഈ കവിതയുടെ കാതൽ. 9ാമത്തെ ചാപ്റ്റർ, വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. സാറാ ജോസഫ്. സാറാ ജോസഫിന്റെ ആദി എന്ന പരിസ്ഥിതി പ്രാധാന്യമുള്ള നോവലിലെ 6ാം അധ്യായമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗം. ആദിമജീവൻ ഉടലെടുത്ത മണ്ണും വെള്ളവും ആധുനിക കാലത്ത് മലിനമാക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഗൗരവകരമായ ആകുലതകളാണ് ഈ പാഠഭാഗം പങ്കുവയ്ക്കുന്നത്. ആദി, ജലദേശത്തിന്റെ തനിമ. ആദി എന്നത് കണ്ടൽ കാടുകളിൽ നാട്ടുകാർ ഇതിനെ പച്ചവള എന്ന് വിളിക്കുന്നു. ചുറ്റപ്പെട്ട ഒരു അപൂർവ ജലദേശമാണ്. മനുഷ്യരുടെയോ വാഹനങ്ങളുടെയോ ശബ്ദമില്ലാത്ത, പ്രകൃതി അതിന്റെ തനിമയോടെ നിലനിൽക്കുന്ന ഈ പ്രദേശം സമാധാനത്തിന്റെയും വിശുദ്ധിയുടെയും പ്രതീകമാണ്. നൂർ മുഹമ്മദും പെൺകുട്ടിയും. ആദിയിലേക്ക് എത്തിയ കഥപറച്ചിലുകാരനായ നൂർ മുഹമ്മദ് ജലാശയങ്ങളിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്ന ഒരു നിഗൂഢ പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു. അവളുടെ സങ്കടം ആദിയിലെ വെള്ളം കലങ്ങിയിരിക്കുന്നു എന്നതാണ്. ഈ പെൺകുട്ടി പ്രകൃതിയുടെ തന്നെ പ്രതീകമോ അല്ലെങ്കിൽ മലിനമാക്കപ്പെടുന്ന പ്രകൃതിയെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു മനസ്സാക്ഷിയോ ആകാം. ബുദ്ധന്റെയും ആനന്ദന്റെയും കഥ. പെൺകുട്ടിയുടെ സങ്കടം മാറ്റാൻ നൂർ മുഹമ്മദ് ഒരു കഥ പറയുന്നു. ദാഹിച്ച ബുദ്ധനായി വെള്ളം തേടിപ്പോയ ശിഷ്യനായ ആനന്ദൻ കാളവണ്ടികൾ കടന്നുപോയതിനാൽ അരുവിയിലെ വെള്ളം കലങ്ങിയിരിക്കുന്നത് കണ്ട് നിരാശനായി മടങ്ങുന്നു. എന്നാൽ ക്ഷമയോടെ കാത്തിരുന്നാൽ വെള്ളം തെളിയുമെന്നും ആ കാത്തിരിപ്പിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കാമെന്നും ബുദ്ധൻ അവനെ പഠിപ്പിക്കുന്നു. ദാർശനിക തലം. കലക്കത്തിൽ നിന്ന് തെളിമയിലേക്കുള്ള പ്രയാണം പ്രകൃതിയുടെ സ്വഭാവമാണെന്ന് ഈ പാഠം വ്യക്തമാക്കുന്നു. ക്ഷമയോടെയുള്ള കാത്തിരിപ്പിലൂടെയും പ്രകൃതിയെ സ്നേഹിക്കുന്നതിലൂടെയും മാത്രമേ മനുഷ്യന് ആത്മസംതൃപ്തിയും തെളിമയുള്ള ജീവിതവും കണ്ടെത്താനാവൂ എന്നതാണ് പാഠത്തിന്റെ കാതൽ. ഭാഷയും പരിസ്ഥിതിയും. ആദിയിലെ വെള്ളത്തെയും മണ്ണിനെയും കാവ്യാത്മകമായ ഭാഷയിലൂടെ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും ഒന്നാണെന്നും പ്രകൃതിയിൽ നിന്ന് വേറിട്ട് മനുഷ്യന് നിലനിൽപ്പില്ലെന്നുമുള്ള പാരിസ്ഥിതിക വിവേകം ഈ വരികളിൽ തെളിയുന്നു. ചുരുക്കത്തിൽ, മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് പ്രകൃതിയുടെ വിശുദ്ധി വീണ്ടെടുക്കാൻ ക്ഷമയും പ്രത്യാശയും അത്യാവശ്യമാണെന്ന് ഈ കഥാഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 10ാമത്തെ ചാപ്റ്റർ, ദേശവും എഴുത്തും. അതിൻ്റെ ആശയം നോക്കുമ്പോൾ, ദേശവും എഴുത്തും എന്ന ഭാഗം സാഹിത്യ സൃഷ്ടികളിൽ ദേശം, ജന്മനാട് ചെലുത്തുന്ന സ്വാധീനത്തെയും അത് എഴുത്തുകാരന്റെ സർഗാത്മകതയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതുമാണ് വിശകലനം ചെയ്യുന്നത്. ദേശവും സർഗാത്മകതയും. ദേശമെന്നത് വെറുമൊരു ഭൂമിശാസ്ത്രപരമായ ഇടമല്ല, മറിച്ച് അത് ഒരു എഴുത്തുകാരന്റെ സർഗാത്മകതയുടെ ജീവനാഡിയാണ്. ഒരാളുടെ അനുഭവങ്ങളും സംസ്കാരവുമാണ് ദേശത്തിലൂടെ എഴുത്തിലേക്ക് പകരുന്നത്. ദേശത്തിന്റെ തനിമ. കോവിലന്റെ തട്ടകം എന്ന കൃതിയിൽ ഗ്രാമത്തിന്റെ തനിമയും നാരായണന്റെ കൊച്ചരേത്തി എന്ന നോവലിൽ ആദിവാസ സമൂഹത്തിന്റെ ജീവിതവും ആചാരങ്ങളും എഴുത്തിലേക്ക് കടന്നുവരുന്നത് ഇതിന് ഉദാഹരണമാണ്.
സ്വത്വവും മേൽവിലാസവും. UA ഖാദറിന്റെ അനുഭവങ്ങളിൽ ഒരാൾക്ക് ഒന്നിലധികം ദേശങ്ങൾ സ്വന്തമായിരിക്കാം. അദ്ദേഹത്തിന് ബർമയിലെ ബില്ലിയിൻ ഹൃദയദേശവും കേരളത്തിലെ പാലൂർ ജീവിതവിലാസവുമാണ്. ദേശം ഒരു വ്യക്തിയുടെ സ്വത്വബോധത്തെ, ഐഡന്റിറ്റിയെ നിർണയിക്കുന്നു. കാർഷിക സംസ്കാരവും ഓർമ്മകളും. ഷീല ടോമിയുടെ വല്ലി എന്ന നോവലിൽ വയനാടിന്റെ കാർഷിക സംസ്കാരവും കാപ്പിപ്പൂവിന്റെ മണവും കപ്പവാട്ട് കല്യാണങ്ങളും ദേശത്തിന്റെ അടയാളമായി മാറുന്നു. കാലം മായ്ച്ചു കളഞ്ഞ ഓർമ്മകളെ ദേശം തിരികെ കൊണ്ടുവരുന്നു. ഭാഷയിലെ ദേശസ്പർശം. അനിതാ തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിതയിൽ ആലപ്പുഴയുടെ തനിമ വെളിപ്പെടുത്താൻ ജലം എന്ന സംസ്കൃത പദത്തേക്കാൾ വെള്ളം എന്ന തദ്ദേശീയ പദമാണ് അനുയോജ്യമെന്ന് വ്യക്തമാക്കുന്നു. കരിമണ്ണിന്റെയും ചകിരിയുടെയും വിയർപ്പിന്റെയും രുചിയുള്ള ആലപ്പുഴയുടെ ആത്മാവ് വെള്ളം എന്ന വാക്കിലാണ് കുടികൊള്ളുന്നത്. വേരുകൾ തേടിയുള്ള യാത്ര. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ മുരിങ്ങമരത്തോപ്പ് എന്ന കഥയിൽ നരേന്ദ്രൻ തന്റെ അച്ഛന്റെ ജന്മദേശമായ ചേറ്റുവ മണപ്പുറം തേടിപ്പോകുന്നത് സ്വന്തം വേരുകളും സ്വത്വബോധവും കണ്ടെത്താനാണ്. എഴുത്ത് ദേശത്തിന്റെ അനശ്വരത നൽകുമ്പോൾ ദേശം എഴുത്തിനെ കൂടുതൽ സത്യസന്ധവും ഹൃദ്യവുമാക്കുന്നു. ഓരോ എഴുത്തുകാരനും സ്വന്തം ദേശത്തെ സാഹിത്യത്തിലൂടെ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. 11ാമത്തെ ചാപ്റ്റർ ആലപ്പുഴ വെള്ളം. അനിതാ തമ്പി. അനിതാ തമ്പി രചിച്ച ആലപ്പുഴ വെള്ളം എന്ന കവിത ഒരു എഴുത്തുകാരന്റെ സർഗാത്മകതയിലും സ്വത്വബോധത്തിലും ജന്മദേശം എപ്രകാരം സ്വാധീനം ചെലുത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള മനോഹരമായ ആവിഷ്കാരമാണ്. ആശയം. കവിതയുടെ പശ്ചാത്തലം. പ്രശസ്ത കവി ആറ്റൂർ രവിവർമ്മയുടെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ കവിതയുടെ ഉത്ഭവം. സാഹിത്യ കൃതികളിൽ തനിമയുള്ള മലയാള പദമായ വെള്ളം എന്നതിനു പകരം എന്തിനാണ് ജലം എന്ന സംസ്കൃത പദം ഉപയോഗിക്കുന്നത് എന്നതായിരുന്നു ആ ചോദ്യം. ഈ ചോദ്യം കവയിത്രിയിൽ തന്റെ ദേശത്തെയും അവിടുത്തെ വെള്ളത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾക്ക് കാരണമായി. ആലപ്പുഴ വെള്ളത്തിന്റെ തനിമ. കവയിത്രിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ വെള്ളം എന്നത് വെറുമൊരു ദ്രാവകമല്ല. അത് തൊണ്ടുചീഞ്ഞ മണമുള്ളതും കടലിന്റെ ഉപ്പുരസം കലർന്നതും ഇരുമ്പിന്റെ ചുവയുള്ളതുമാണ്. കടും ചായയുടെ നിറമുള്ള കലങ്ങിയ ഈ കലശുവെള്ളത്തിന്റെ മകളായാണ് കവയിത്രി സ്വയം അടയാളപ്പെടുത്തുന്നത്. വെള്ളവും ജലവും തമ്മിലുള്ള വൈരുദ്ധ്യം. ജലം എന്ന പദം കവയിത്രിക്ക് വയനാട്ടിലെയും നിളയിലെയും മലനാട്ടിലെയും തെളിനീരിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആകാശത്തു നിന്ന് നിലം തൊട്ടും മുൻപുള്ള മണമോ നിറമോ ഇല്ലാത്ത ശുദ്ധമായ ഒന്നാണ് അവർക്ക് ജലം. എന്നാൽ ആലപ്പുഴയിലെ കനാലുകളിലും കായലുകളിലും കുളവാഴകൾക്കിടയിലും കാണപ്പെടുന്ന അധ്വാനിക്കുന്ന മനുഷ്യരുടെ വിയർപ്പിന്റെ വെക്കയുള്ള വെള്ളമാണ് അവർക്ക് കൂടുതൽ പരിചിതം. ദേശത്തിന്റെ അടയാളങ്ങൾ. ബോട്ട് ജെട്ടികൾ, കല്ലിരുമ്പ് പാലങ്ങൾ, ചകിരിപ്പൊന്നൊളി, കരിമണ്ണ് എന്നിവയെല്ലാം ആലപ്പുഴയുടെ ജൈവികമായ അടയാളങ്ങളായി കവിതയിൽ കടന്നുവരുന്നു. പാത്രങ്ങളിൽ തേച്ചാലും മായാത്ത കറയായി പറ്റിപ്പിടിച്ചിരിക്കുന്ന ഉപ്പിന്റെ അംശത്തെ വെള്ളത്തിന്റെ വേദനയായാണ് കവയിത്രി സങ്കല്പിക്കുന്നത്. സ്വത്വ പ്രതിസന്ധി. പതിറ്റാണ്ടുകളായി തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്ന കവയിത്രിയുടെ ജീവിതം അവിടെ ഉറച്ചുപോയിട്ടുണ്ട്. എങ്കിലും ഒരു കവിത എഴുതാൻ തുടങ്ങുമ്പോൾ താൻ ആലപ്പുഴയിലെ കരിമണ്ണ് നിറമുള്ള ആ പെൺകുട്ടിയാണോ അതോ തെക്കൻ നാട്ടിലെ ജലം ഉപയോഗിക്കുന്ന വ്യക്തിയാണോ എന്ന സംശയം അവരെ വേട്ടയാടുന്നു. ജലം എന്നെഴുതണമോ വെള്ളം എന്നെഴുതണമോ എന്നറിയാതെ അവരുടെ തൊണ്ട ദാഹിക്കുന്നു. ദേശം എന്നത് വെറും ഒരു സ്ഥലമല്ല, മറിച്ച് അത് വ്യക്തിയുടെ ഓർമ്മകളും രുചികളും ഗന്ധങ്ങളും ചേർന്ന സ്വത്വമാണ് എന്ന് ഈ കവിത സമർത്ഥിക്കുന്നു. ആലപ്പുഴയുടെ പരിക്കൻ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ വെള്ളം എന്ന പദമാണ് കൂടുതൽ അനുയോജ്യമെന്ന് കവയിത്രി തിരിച്ചറിയുന്നു. 12ാമത്തെ ചാപ്റ്റർ മുരിങ്ങമരത്തോപ്പ്. ഉണ്ണികൃഷ്ണൻ പുതൂർ. ഉണ്ണികൃഷ്ണൻ പുതൂർ രചിച്ച മുരിങ്ങമരത്തോപ്പ് എന്ന കഥ പിതൃത്വവും സ്വന്തം വേരുകളും തേടി അലയുന്ന ഒരു മകന്റെ വൈകാരികമായ യാത്രയുടെയും ആത്മസംഘർഷത്തിന്റെയും ആവിഷ്കാരമാണ്. നേപ്പാളിയായ നരേന്ദ്രൻ എന്ന 23 വയസ്സുകാരനായ ഗൂർഖ വാച്ച്മാനാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്ര നിരൂപണം ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ളൊരു ചാപ്റ്ററും കൂടെയാണിത്. അത് നിങ്ങൾ നോക്കി വയ്ക്കാം. തന്റെ ജനനത്തിന് മുമ്പ് തന്റെ അമ്മയായ ഉഷാകുമാരിയെ ഉപേക്ഷിച്ചുപോയ അച്ഛനെ പട്ടാളക്കാരനായ
സുബേദാർ KPS നായർ കണ്ടെത്തുക എന്നതാണ് അവൻ്റെ ജീവിത ലക്ഷ്യം. അച്ഛനോട് വെറുപ്പും അമ്മയോട് അളവറ്റ സ്നേഹവും അവൻ വെച്ചു പുലർത്തുന്നു. നരേന്ദ്രന്റെ അമ്മ ഒരിക്കലും അച്ഛൻ്റെ നാട് കണ്ടിട്ടില്ലെങ്കിലും അവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ച് മകന് മനോഹരമായ വിവരണങ്ങൾ നൽകിയിരുന്നു. പൂത്തുലഞ്ഞു നിൽക്കുന്ന പറങ്കിമാവിൻ തോപ്പുകൾ, കായ്ച്ചു നിൽക്കുന്ന മുരിങ്ങ മരങ്ങൾ, ടിപ്പു സുൽത്താന്റെ കോട്ട, ചീനവലകൾ തുടങ്ങിയവയെല്ലാം നരേന്ദ്രന്റെ മനസ്സിൽ അച്ഛൻ്റെ നാടിൻ്റെ ചിത്രങ്ങളായി ഉറച്ചുപോയി. സ്വന്തം നിലനിൽപ്പിനായി ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര ചെയ്ത നരേന്ദ്രൻ പലയിടങ്ങളിൽ ജോലി ചെയ്തെങ്കിലും ഒരിടത്തും ഉറച്ചു നിന്നില്ല. ഒടുവിൽ യാദൃശ്ചികമായി അച്ഛൻ്റെ ജന്മനാടായ ചേറ്റുവ മണപ്പുറത്ത് ഗൂർഖ വാച്ച്മാനായി അവൻ നിയോഗിക്കപ്പെടുന്നു. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന ബുദ്ധസന്യാസിയുടെ വാക്കുകൾ അവന് പ്രചോദനമായി. 9-ാം വാർഡിലെ 255-ാം നമ്പർ വീട് പരിശോധിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള പഴയ ഫോട്ടോയിലെ രൂപവുമായി സാമ്യമുള്ള വൃദ്ധനെ അവൻ തിരിച്ചറിയുന്നു. തൻ്റെ അമ്മയെ വഞ്ചിച്ച, വർഷങ്ങളായി താൻ വെറുപ്പോടെ തിരഞ്ഞു നടന്ന ആ മനുഷ്യനെ നേരിട്ട് കണ്ടപ്പോൾ പക്ഷേ അവൻ പ്രതിഷേധിച്ചില്ല. വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ അച്ഛനെ കണ്ടെത്തിയെങ്കിലും ഒരു വാക്കുപോലും ഉരിയിടാതെ ഒരു സലാം മാത്രം നൽകി അവൻ അവിടെ നിന്നും മടങ്ങുന്നു. ലക്ഷ്യം പൂർത്തിയായെങ്കിലും താൻ കണ്ടെത്തിയ സത്യത്തോട് ചേർന്ന് നിൽക്കാൻ ആവാതെ ശൂന്യമായ മനസ്സോടെ അവൻ തൻ്റെ ജീവിതയാത്ര തുടരുന്നു. ദേശമെന്നത് വെറും ഒരു സ്ഥലമല്ലെന്നും അത് ഒരാളുടെ സ്വത്വവും വേരുകളുമാണെന്നും ഈ കഥ അടിവരയിടുന്നു. തൻ്റെ വേരുകൾ കണ്ടെത്തിയെങ്കിലും അത് മുറിഞ്ഞുപോയ ഒന്നാണെന്ന തിരിച്ചറിവാണ് നരേന്ദ്രന്റെ മടക്കത്തിലൂടെ വ്യക്തമാകുന്നത്. 13-ാമത്തെ ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ പ്രയാണം, വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മയുടെ മുളങ്കാട് എന്ന കവിതാ സമാഹാരത്തിലെ ശ്രദ്ധേയമായ കവിതയാണ് പ്രയാണം. മനുഷ്യവംശത്തിൻ്റെ നിരന്തരമായ മുന്നേറ്റത്തെയും ശാസ്ത്ര സാംസ്കാരിക വികാസങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണിത്. അതിവേഗം പായുന്ന കാലവും ശാസ്ത്രവും. വർഷങ്ങൾ നിമിഷങ്ങൾ പോലെ അതിവേഗത്തിൽ കടന്നുപോകുന്നു. കുതിച്ചു പായുന്ന കാലമാകുന്ന കുതിരയെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാൻ ശാസ്ത്രം തൻ്റെ എല്ലാ കരുത്തും ഉപയോഗിച്ച് കഠിനമായി പരിശ്രമിക്കുന്നു. ശാസ്ത്രം നേടിയ വിജയങ്ങളിലൂടെ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ മനുഷ്യന് സാധിക്കുന്നു. സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം. കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യൻ കണ്ട സ്വപ്നങ്ങളും ഭാവനകളുമാണ് ഇന്നത്തെ വിജയങ്ങളായി മാറിയിരിക്കുന്നത്. ഇന്നത്തെ തലമുറയുടെ ചില പ്രതീക്ഷകൾ പരാജയപ്പെട്ടാലും നിരാശപ്പെടാതെ പുതിയ സ്വപ്നങ്ങൾ കണ്ട് മുന്നേറണമെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. തലമുറകളുടെ തുടർച്ച. മുൻതലമുറകൾ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത അറിവുകളാകുന്ന കൽപ്പടവുകൾ കയറിയാണ് ഇന്നത്തെ മനുഷ്യൻ പുരോഗതിയിലേക്ക് നീങ്ങുന്നത്. വ്യക്തികൾ മരിച്ചാലും അവർ കൈമാറിയ അറിവുകളും നേട്ടങ്ങൾക്കും മരണമില്ല. മുന്നേറ്റത്തിനുള്ള ആയുധങ്ങൾ അറിവ്, പേന, കരുത്ത്, പടവാൾ, ശാസ്ത്രം, സ്നേഹനിർഭരമായ വികാരങ്ങൾ, പ്രേമത്തിൻ്റെ ഗാനശൈലി എന്നിവയേന്തിയാണ് മനുഷ്യൻ തൻ്റെ പ്രയാണം തുടരുന്നത്. പൂർവികരുടെ ത്യാഗം. ഒരു മെഴുകുതിരി പോലെ സ്വയം എരിഞ്ഞു തീർന്ന് വരും തലമുറയ്ക്കായി അറിവിൻ്റെ പ്രകാശം പരത്തിയവരാണ് നമ്മുടെ മുത്തശ്ശന്മാർ. അവർ നാൽക്കവലകളിൽ സ്ഥാപിച്ച ദീപസ്തംഭങ്ങൾ, നേട്ടങ്ങൾ നമുക്ക് ഇന്നും വഴികാട്ടുന്നു. സംസ്കാരവും പരിണാമവും. ആദികാലം മുതൽ മനുഷ്യൻ നേരിട്ട ആയിരക്കണക്കിന് മാറ്റങ്ങളിലൂടെയും പരിണാമങ്ങളിലൂടെയുമാണ് ഇന്നത്തെ വികസിത രൂപത്തിൽ നാം എത്തിയിരിക്കുന്നത്. ചങ്ങലക്കണ്ണികൾ പോലെ ഓരോ തലമുറയിലൂടെയും സംസ്കാരം പരസ്പരം കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. കാലം മനുഷ്യനിൽ. കാലം എന്നത് പുറത്തുള്ള ഒന്നല്ല, മറിച്ച് മനുഷ്യൻ്റെ ചിന്തകളിലും വികാരങ്ങളിലും പ്രാണസ്പന്ദനങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഒന്നാണെന്ന് കവി വ്യക്തമാക്കുന്നു. മനുഷ്യശക്തിയിലും ശാസ്ത്രബോധത്തിലും വിശ്വസിക്കുന്ന ഒരു വിപ്ലവ കവിയുടെ ആത്മവിശ്വാസം തുടിക്കുന്ന വരികളാണിത്. മുറിയാത്ത ചങ്ങലക്കണ്ണികൾ പോലെ തലമുറകളിലൂടെ സംസ്കാരവും അറിവും പകർന്നു നൽകി മനുഷ്യൻ നടത്തുന്ന ജൈത്രയാത്രയാണ് ഈ കവിതയുടെ ആത്മാവ്. 14-ാമത്തെ ചാപ്റ്റർ നരബലി, സുബോധ് ജാവ്ദേക്കർ. സുബോധ് ജാവ്ദേക്കർ രചിച്ച് കാളിയത്ത് ദാമോദരൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത നരബലി എന്ന കഥ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിലൂടെ ഇടയിൽ മനുഷ്യന് നഷ്ടമാകുന്ന മാനവികതയെ
ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു ശാസ്ത്രകഥയാണ്. ബഹിരാകാശ പരീക്ഷണങ്ങളിലൂടെ സങ്കീർണതകൾക്കിടയിൽ മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള ആത്മബന്ധമാണ് കഥാകൃത്ത് ഇതിൽ വരച്ചുകാട്ടുന്നത്. ആശയം, പശ്ചാത്തലവും കഥാപാത്രങ്ങളും. ഭൂമിയിൽ നിന്നും 14 കോടി കിലോമീറ്റർ അകലെ സൂര്യനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരു ബഹിരാകാശ പേടകത്തിലാണ് കഥ നടക്കുന്നത്. നരേഷ് എന്ന യുവശാസ്ത്രജ്ഞനും സങ്കീർണമായ ചിന്താശേഷിയുള്ള ഒരു കമ്പ്യൂട്ടറുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ദീർഘകാലത്തെ ഏകാന്തമായ യാത്രക്കിടയിൽ നരേഷ് കമ്പ്യൂട്ടറിനെ കേവലം ഒരു യന്ത്രമായല്ല, മറിച്ച് തൻ്റെ ഒരു സുഹൃത്തായിട്ടാണ് കണ്ടിരിക്കുന്നത്. സൂര്യന്റെ തൊട്ടടുത്തെത്തി വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു അവരുടെ ദൗത്യം. ഗവേഷണം പൂർത്തിയായാൽ പേടകം 2 കഷ്ണങ്ങളായി മുറിയും. മുൻഭാഗം സൂര്യന്റെ ഗുരുത്വാകർഷണം മൂലം അതിലേക്ക് ആകർഷിക്കപ്പെട്ട് ഭസ്മമാകും. പിൻഭാഗത്തുള്ള ചെറിയ കഷ്ണങ്ങളിൽ ഇരിക്കുന്ന നരേഷ് രക്ഷപ്പെടുകയും ചെയ്യും. ഈ പ്ലാൻ അനുസരിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന കമ്പ്യൂട്ടർ സൂര്യനിൽ ലയിച്ച് ഇല്ലാതാകേണ്ടി വരുമെന്ന് നരേഷ് തിരിച്ചറിയുന്നു. തന്നെ രക്ഷപ്പെടുത്താനായി നരേഷ് തന്നെ ബലി കൊടുക്കാൻ പോവുകയാണെന്ന് കമ്പ്യൂട്ടർ തിരിച്ചറിയുന്നു. പണ്ട് രാജാക്കന്മാർ തങ്ങളുടെ കാര്യസാധ്യത്തിനായി നിരപരാധികളെ കൊല്ലുന്ന നരബലി സമ്പ്രദായത്തോടാണ് കമ്പ്യൂട്ടർ ഇതിനെ ഉപമിക്കുന്നത്. നരേഷ് എന്ന പേരിന് രാജാവ് എന്നാണ് അർത്ഥം. ഒരു രാജാവിനെ പോലെ തൻ്റെ നിലനിൽപ്പിനായി തന്നെ ചതിക്കുകയാണെന്നും കമ്പ്യൂട്ടർ പരിഹാസത്തോടെ പറയുന്നു. കമ്പ്യൂട്ടറിന് സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് ബോധമുണ്ടായി എന്ന് മനസ്സിലാക്കുന്ന നരേഷ് ഭയപ്പെടുന്നു. തന്നെ രക്ഷിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ ദൗത്യം തടസ്സപ്പെടുത്തുമോ എന്നും അയാൾ സംശയിക്കുന്നു. എന്നാൽ കമ്പ്യൂട്ടർ എല്ലാ നിർദ്ദേശങ്ങളും നിശബ്ദമായി അനുസരിക്കുകയും ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പേടകം വിഭജിക്കപ്പെടുകയും നരേഷ് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവസാന നിമിഷം മൈക്കിലൂടെ സംസാരിക്കുമ്പോൾ താൻ രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത് നരേഷ് തൻ്റെ തലച്ചോറിൽ ഫീഡ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ മനുഷ്യനെ ആദ്യം രക്ഷിക്കുക മൂലമാണെന്ന് കമ്പ്യൂട്ടർ വ്യക്തമാക്കുന്നു. തന്നെ ബന്ധിച്ചിരുന്ന ആ നിയമങ്ങളാകുന്ന ചങ്ങലകൾ കാരണമാണ് താൻ സ്വയം മരണം സ്വീകരിക്കുന്നതെന്ന് അത് പറയുന്നു. മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ ഒരു യന്ത്രം അതിൻ്റെ അസ്തിത്വം ബലി കഴിക്കുന്ന ദാരുണമായ കാഴ്ചയോടെയാണ് കഥ അവസാനിക്കുന്നത്. മനുഷ്യൻ യന്ത്രത്തെ ഉപഭോഗ വസ്തുവായി കാണുമ്പോൾ യന്ത്രം മനുഷ്യനേക്കാൾ വലിയൊരു ഹൃദയഹാരിയായ വ്യക്തിത്വമായി ഇവിടെ മാറുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്ററും കവർ ചെയ്തു. നിങ്ങൾ ഇതെല്ലാം കൂടെ ഒന്ന് ഓടിച്ചു നോക്കുക. നാളെ രാവിലെ എണീറ്റും ഇതെല്ലാം ഓടിച്ചു നോക്കുക. നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച നോട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇത് ഒന്നും കൂടെ ഒരു 2 പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ട് പോയാൽ നിങ്ങൾക്ക് എന്തായാലും എന്തേലുമൊക്കെ മനസ്സിൽ തട്ടാതിരിക്കില്ല. അത് നിങ്ങൾ എക്സാമിന് എഴുതുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത എക്സാമിനുള്ള എല്ലാ മെറ്റീരിയൽസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.